ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്കും അവരുടെ ഫാമിലിക്കും എപ്പോഴും ആകാംക്ഷ അല്ലെങ്കിൽ അറിയാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും കൺസീവ് ചെയ്തിട്ടുള്ള ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത്. അപ്പോൾ പൊതുവേ എല്ലാവരും പറയുമെങ്കിലും, അതായത് കുഞ്ഞാണായാലും പെണ്ണായാലും ഒക്കെയാണ്, ആരോഗ്യമുള്ള കുട്ടി ഉണ്ടായാൽ മതി, ബുദ്ധിയുള്ള കുട്ടി ഉണ്ടായാൽ മതി, സൗന്ദര്യമുള്ള കുട്ടി ഉണ്ടായാൽ മതി ഒക്കെ പറയുമെങ്കിലും എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ, ഇത് ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ടാവുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പക്ഷെ അത് ക്യൂരിയോസിറ്റി കുറച്ച് കുറഞ്ഞേക്കാം, കാര്യം രണ്ടാണെങ്കിലും ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് പ്രഗ്നൻസി തേർഡ് പ്രഗ്നൻസി ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഇപ്പം ബോയ്സ് മാത്രമുള്ള ഒരു അമ്മയാണെങ്കിൽ ഒരു ഗേൾ ഉണ്ടാവാനുള്ള ആഗ്രഹം തോന്നുന്നത് സ്വാഭാവികമാണ്. ഗേൾസ് മാത്രമുള്ള ഒരു അമ്മയാണെങ്കിൽ ഒരു ബോയ് ഉണ്ടാവാനുള്ള ആഗ്രഹം തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പം ഇതെങ്ങനെ അറിയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ഡോക്ടർ കപ്പിൾ. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. ഗർഭിണി ആയിരിക്കുന്ന സമയത്തെ നമ്മൾ ചുറ്റിലുള്ള ആളുകൾ, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, റിലേറ്റീവ്സ് ആവാം, അവരൊക്കെ പലപ്പോഴും വയറിൻ്റെ ഷേപ്പൊക്കെ നോക്കിയിട്ട് പറയൂലേ, ഓ ഇത് നിൻ്റെ പെൺകുട്ടി തന്നെയാണ്, ആൺകുട്ടി തന്നെയാണ്. വയറിൻ്റെ ഷേപ്പ് മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾ വെച്ചിട്ടും ആളുകൾ ഇത് ബോയാണ് ഗേളാണെന്ന് പറയാറുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് കഴിക്കാൻ ആഗ്രഹങ്ങൾ, പല ഭക്ഷണങ്ങളോടും പ്രഗ്നൻസിയിൽ നമുക്ക് കൊതി തോന്നാം. അതിനെ പൈക്ക് ഓഫ് പ്രഗ്നൻസി എന്നാണ് പറയുക. ചില ആളുകൾക്ക് സ്വീറ്റ്സ് കഴിക്കാനായിരിക്കും ആഗ്രഹം ഉണ്ടാകുന്നത്, ചില ആളുകൾക്ക് പുളി കഴിക്കാനായിരിക്കും ആഗ്രഹം ഉണ്ടാകുന്നത്. രക്തക്കുറവൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് അരിയൊക്കെ വെറുതെ കഴിക്കാൻ ആഗ്രഹം തോന്നാം. അങ്ങനെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡിനോടൊക്കെ നമുക്ക് പ്രഗ്നൻസിയിൽ ആഗ്രഹം തോന്നും. അപ്പോൾ പൊതുവേ നമ്മുടെയൊക്കെ നാട്ടിൽ പറയാറുള്ളത് മധുരത്തിനോടാണ് ഇഷ്ടം കൂടുതലെങ്കിൽ അതൊരു പെൺകുട്ടി ആവാനും, എരിവ് പുളിയോടാണ് ഇഷ്ടം കൂടുതലെങ്കിൽ അത് ആൺകുട്ടിയും ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളടുത്ത് പറയുമ്പോൾ അവർ ഭയങ്കര ഗ്യാരണ്ടിയോടുകൂടിയാണ് പലപ്പോഴും പറയുക. അതുപോലെ ബേബിയുടെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് പറയാറുണ്ട്. മൂവ്മെൻറ്റ്സ് ഭയങ്കര കൂടുതലാണെങ്കിൽ അത് ബോയ് ആയിരിക്കും, കുറവാണെങ്കിൽ ഗേൾ ആയിരിക്കും. ഇനി മൂവ്മെൻറ്റ്സ് കൂടുതൽ നമുക്ക് ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ റൈറ്റ് സൈഡ് കിടക്കുവാണെങ്കിൽ അത് ഗേൾ ബേബിയാണ്, ലെഫ്റ്റ് സൈഡ് കിടക്കുവാണെങ്കിൽ അത് ബോയ് ബേബിയാണ് എന്നൊക്കെ പറയാറുണ്ട്. വേറെ ചിലരുണ്ട് അമ്മയുടെ പൊക്കിളില്ലേ, നമുക്ക് അംബിലിക്കസ് ലാസ്റ്റിലേക്കൊക്കെ ആവുന്ന സമയത്ത് അംബിലിക്കസ് മിക്കവാറും പ്രഗ്നൻ്റ് ലേഡീസിൽ പുറത്തേക്ക് തള്ളി വരും. ചെറിയ രീതിയിൽ അംബിലിക്കൽ ഹെർണിയ പോലെ വരുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പൊക്കിൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ബോയ് ആണെന്നും, പൊക്കിൾ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ അതൊരു ഗേൾ ആണെന്നും പറയുന്ന ആളുകളുണ്ട്. അതുപോലെ വയറിൽ ബ്ലാക്ക് കളറിൽ ലൈൻസ് വരും, ലീനിയ നൈഗ്ര എന്ന് പറഞ്ഞിട്ട് ലൈൻസ് വരും. അത് പ്രഗ്നൻസിയിൽ കോമൺ ആയിട്ടുള്ളതാണ്, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ആ ലൈന് വയറിൻ്റെ ഫുൾ വയറിൽ ഉണ്ടെങ്കിൽ അത് ബോയ് ആണെന്നും, പൊക്കിളിലാണ് താഴേക്ക് മാത്രം ഉണ്ടെങ്കിൽ ഗേളാണെന്നും പറയുന്നവരുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലേ. നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിരുന്നു മൂവ്മെൻറ്റ്സ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മൂവ്മെൻറ്റ്സ് വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇതെന്തായാലും ബോയ് ആയിരിക്കും, കാര്യം ലെഫ്റ്റ് സൈഡിലാണ് മൂവ്മെൻറ്റ്സ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ എൻ്റെ മൂത്ത കുട്ടി പെൺകുട്ടിയാണ്. അതുപോലെ വളരെ രസകരമായിട്ടുള്ള മറ്റു കാര്യങ്ങളാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ കുറച്ച് പ്രഗ്നൻസി ഗ്ലോ ഒക്കെ വന്ന് സുന്ദരിയാവുകയാണെങ്കിൽ, കുറച്ച് തടിയൊക്കെ വെച്ച് കുറച്ച് ഭംഗി വെക്കുവാണെങ്കിൽ അത് പെൺകുട്ടിയാണെന്നും, അതെല്ലാം അമ്മ ഒത്തിരി ക്ഷീണിച്ചു പോയി, കുറച്ച് നിറമൊക്കെ ഒന്ന് ഫെയ്ഡായിപ്പോയി, അങ്ങനെയാണ് ആയിട്ടുള്ളതെങ്കിൽ, സ്കിൻ ടോണൊക്കെ ഒന്ന് കുറയുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ബോയ് ആണെന്ന് പറയുന്നേക്കും. ഇതിലും കോമഡി ഉള്ളൊരു കാര്യമാണ്, വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛൻ, അതായത് പ്രഗ്നൻ്റ് ലേഡിയുടെ ഹസ്ബൻഡ് ഭംഗി വെക്കുവാണെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും എന്നുള്ളതും, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ആൾക്ക് വന്നിട്ടില്ലെങ്കിൽ അത് ബോയ് ആയിരിക്കും എന്നുള്ളത്. ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ച് പറച്ചിലാണെങ്കിൽ, സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് ബേബീൻ്റെ ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും ആദ്യം പറയാറുള്ളത് പ്ലാസൻ്റയുടെ പൊസിഷൻ, മറുപിള്ളയുടെ പൊസിഷൻ നോക്കിയിട്ടാണ്. അതായത് ആൻറ്റീരിയർ ആണോ പ്ലാസൻ്റ, പോസ്റ്റീരിയർ ആണോ പ്ലാസൻ്റ എന്ന് നോക്കിയിട്ടാണ് ഇവർ പറയാറുള്ളത്. ആൻറ്റീരിയർ പ്ലാസൻ്റ ആണെങ്കിൽ അത് പെൺകുട്ടിയാണെന്നും, പോസ്റ്റീരിയർ പ്ലാസൻ്റ ആണെങ്കിൽ അത് ആൺകുട്ടിയാണെന്നും പൊതുവേ നമ്മുടെ നാട്ടിലേക്ക് ഒരു പറച്ചിലുണ്ട്. എന്താണ് ആൻറ്റീരിയർ പ്ലാസൻ്റ, പോസ്റ്റീരിയർ പ്ലാസൻ്റ എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. നമുക്കറിയാം, ബേബി വളരുന്നതിനനുസരിച്ച് ബേബിക്ക് ന്യൂട്രീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ
ബേബിക്ക് കൊടുക്കാനും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് ബേബിയുടെ എക്സ്ക്രീറ്ററി കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രഗ്നൻസിയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു അവയവമാണ് പ്ലാസന്റ അല്ലെങ്കിൽ മറുപിള്ള എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രഗ്നൻസിയുടെ തുടക്കത്തിലേ ഉണ്ടാവും. അത് ഗർഭപാത്രത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വളരെ റാൻഡം ആയിട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ബേബീൻ്റെ ജെൻഡർ ഇങ്ങനെ നോക്കിയിട്ട് ബോയ് ആണെങ്കിൽ എന്നെ സ്ഥലത്ത് അറ്റാച്ച് ചെയ്യാം, ഗേൾ ആണെങ്കിൽ എന്നെ സ്ഥലത്ത് അറ്റാച്ച് ചെയ്യാം എന്നൊന്നും പ്ലാസൻ്റ വിചാരിക്കുന്നൊന്നുമില്ല. പ്ലാസൻ്റയ്ക്ക് സൗകര്യം തോന്നുന്ന ഒരു സ്ഥലത്ത് കയറി അറ്റാച്ച് ആവും. അത് ഗർഭപാത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് അറ്റാച്ച്ഡ് ആവുന്നതെങ്കിൽ ആൻറ്റീരിയർ പ്ലാസൻ്റ ആവുന്നു, ബാക്ക് സൈഡിലേക്കാണെങ്കിൽ പോസ്റ്റീരിയർ പ്ലാസൻ്റ ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ബേബിയുടെ ജെൻഡറുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ആരെങ്കിലും ബേബിയുടെ ജെൻഡർ പറയുന്നുണ്ടെങ്കിൽ വെറുതെ പറയുകയാണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ചില ഏജസിലൊക്കെ ഇതെല്ലാം നോക്കിയിട്ട് നമ്മുടെ അടുത്ത് ആളുകൾ പറയുന്നത് ശരിയാകും. അതെന്തുകൊണ്ടാണ്? കാര്യം ഇതൊരു 50-50 ചാൻസാണ്. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, 2 ചാൻസേ ഉള്ളൂ. 50% ആണ് ചാൻസ്. അപ്പോൾ ഇവർ പറയുന്നത് ശരിയാവാനും ഈ പറഞ്ഞതുപോലെ 50% ചാൻസാണ്. അപ്പോൾ ചിലപ്പം അവരുടെ ഭാഗ്യത്തിന് അവർ പറഞ്ഞത് ശരിയാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു ലോട്ടറി ചാൻസാണ്. ഒരു ലോട്ടറി ഒക്കെ അടിക്കുന്ന പോലത്തെ ഒരു ചാൻസ് മാത്രമാണ്. അതിപ്പം നമുക്കൊരു പ്രഗ്നൻസിയിൽ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ച് നമുക്ക് അടുത്തൊരു പ്രഗ്നൻസിയിൽ അങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്, കറക്റ്റ് ആവണം എന്നുള്ളത് യാതൊരു നിർബന്ധമില്ല. അതായത് ബേസിക്കായിട്ട് ഇതിന് സയൻറ്റിഫിക്കായിട്ട് എവിഡൻസ് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് പറയുന്ന അടുത്തൊരു കാര്യമാണ് ഫീറ്റൽ ഹാർട്ട് റേറ്റ് നോക്കിയിട്ട്. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിനനുസരിച്ച് ബേബി ബോയ് ആണ് ഗേൾ ആണെന്ന് പറയാറുണ്ട്. 140 ബീറ്റ്സ് അതിലും കൂടുതലാണ്, 140ൽ കൂടുതലാണ് ഫീറ്റൽ ഹാർട്ട് റേറ്റ് എങ്കിൽ അത് ഗേൾ ആണെന്നും അതിൽ കുറവാണെങ്കിൽ ബോയ് ആണെന്നും പൊതുവെ പറയാറുണ്ട്. ഇത് പലപ്പോഴും ആളുകൾ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിലെ സ്കാൻ റിപ്പോർട്ട് നോക്കി വെച്ചിട്ടുണ്ടാവും, ഗേൾ ആണോ ബോയ് ആണോ എന്ന്. അടുത്തൊരു പ്രഗ്നൻ്റ് ആകുമ്പം ഈ പഴയ സ്കാൻ റിപ്പോർട്ടായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് ബോയ് ആണ് ഗേൾ ആണെന്ന് പറയും. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 50-50 ചാൻസ് ഉള്ളത് കൊണ്ട് അത് കറക്റ്റ് ആവും, ചിലപ്പോൾ കറക്റ്റ് അല്ലാണ്ടിരിക്കും. പലപ്പോഴും ആളുകൾ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട്, ഡോക്ടർ എൻ്റെ ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് പോലെ തന്നെയാണ് സെക്കൻഡ് സ്കാനിങ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, അപ്പോൾ ഇത് അതേ ജെൻഡർ ആയിരിക്കും എന്നുള്ളത്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്നൊക്കെ പറയുന്നത് ബേബിയുടെ ആ സമയത്ത് നമ്മളിപ്പോൾ സ്കാൻ ചെയ്യുന്ന ഒരു സമയത്ത് ബേബി ആക്റ്റീവ് ആണെങ്കിൽ, നല്ല ആക്റ്റീവ് ആണെങ്കിൽ, നല്ല മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയത്താണ് ഹാർട്ട് റേറ്റ് നോക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ 140ൽ കൂടുതലായിരിക്കും. അതേസമയം ചിലപ്പം നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ബേബി വളരെ കൂളായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് ഉറങ്ങുകയാണെന്ന് വിചാരിക്കുക, റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ സമയമായിട്ട് ബേബി മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു ടൈമിലാണ് നമ്മൾ പോയിട്ട് നോക്കുന്നതെങ്കിൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറയും. ഇനി അതുപോലെ പ്രഗ്നൻസിയുടെ ഓരോ ടൈമിനനുസരിച്ചൊക്കെ ഈ ഫീറ്റൽ ഹാർട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് നോക്കിയിട്ടും നിങ്ങൾക്ക് ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല, അല്ലെങ്കിൽ അതിന് യാതൊരു രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും ഇല്ല. ചിലർ അതിവിദഗ്ധമായിട്ട് ബേബിയുടെ പിക്ചേഴ്സ് കൊടുക്കുക, അല്ലേ, നമുക്ക് ഈ സ്കാനൊക്കെ ചെയ്തിട്ട് ബേബിയുടെ പിക്ചേഴ്സ് നമുക്ക് കിട്ടും. സ്കാൻ റിപ്പോർട്ട് നമുക്ക് തന്നയക്കുന്ന ഹോസ്പിറ്റൽസ് ആണെങ്കിലെല്ലാം അവൈലബിൾ ആയിരിക്കും. അതിൽ ബേബിയുടെ സ്കള്ളിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് ഇത് റൗണ്ടഡ് ആണ്, അതുകൊണ്ട് ഇത് ഗേളാണ്. അതിൽ കണ്ടില്ല ഇങ്ങനെ ആങ്കിൾസ് പോലെ വരുന്നുണ്ട്, റെക്റ്റാങ്കിൾ പോലെ ഉണ്ട്, അതുകൊണ്ട് ഇത് ബോയാണ്. നേസൽ ബോണിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇത് ബോയാണ്, ഇത് ഗേളാണെന്നൊക്കെ പറയാറുണ്ട്. എല്ലാം വെറുതെ പറയുന്നതാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നിലവിൽ ബേബിയുടെ ജെൻഡർ പ്രസവത്തിന് മുന്നേ അറിയാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല. സ്കാൻ ചെയ്യുന്ന ഡോക്ടറിന് അറിയാനായിട്ട് പറ്റും ഇത് ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത്. പക്ഷെ അത് റിവീൽ ചെയ്യാനായിട്ട്, അതായത് പേഷ്യൻറ്റിനോട് ഇത് പറയാനായിട്ട്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീനോടോ അവരുടെ റിലേറ്റീവ്സിനോടോ ഇത് പറയാനായിട്ട് നമ്മുടെ നാട്ടിലെ നിയമം സമ്മതിക്കുന്നില്ല. അത് ഡോക്ടർക്ക് ശിക്ഷ കിട്ടുന്ന, ഡോക്ടറുടെ ലൈസൻസ് കെട്ടാൻ ഒരു പക്ഷേ ഡോക്ടർ ജയിലിൽ വരെ പോയേക്കാവുന്ന കുറ്റമായതുകൊണ്ട്, ശിക്ഷ കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഒരു ഡോക്ടേഴ്സും അതിനുള്ള റിസ്ക് എടുക്കത്തുമില്ല. നിങ്ങളുടെ സ്കാൻ നോക്കുന്ന സോണോളജിസ്റ്റിന് അത് മനസ്സിലാകും, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചില ഗൈനക്കോളജിസ്റ്റ് അവരുടെ റൂമിൽ വെച്ച് തന്നെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം ഇത് മനസ്സിലാവും. അതല്ലാണ്ട് ഈ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ള സ്കാനിങ് നമുക്ക് തന്നയക്കുന്ന റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സ് വെച്ചിട്ടും ഒരു കാര്യം വെച്ചിട്ടും നമുക്ക് ബേബിയുടെ സെക്സ് ബോയ് ആണോ ഗേൾ ആണോ എന്ന് പറയാനായിട്ടുള്ള ഒന്നും തന്നെ സ്കാൻ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അത്തരത്തിൽ വളരെ സയൻറ്റിഫിക്കായിട്ട് വളരെ വിദഗ്ധമായിട്ട് പറയുകയാണെന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് കണ്ടില്ലേ ബേബിയുടെ ഇത് ഇത്രയാണ് അത് ഇത്രയാണ് അതുകൊണ്ട് ഇത് ബോയാണ് ഇത് ഗേളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വെറുതെ പറയാണ്, ഉടായ്പാണെന്ന് മനസ്സിലാക്കുക. അത് പണ്ട് നമ്മുടെ ഒരു വൈറലായിട്ടുണ്ടായിരുന്ന
ഒരു ഫായിസ് എന്ന് പറഞ്ഞ മോൻ ഉണ്ടായിരുന്നല്ലേ, അവൻ പറഞ്ഞ പോലെ ചിലത് റെഡിയാവും ചിലത് റെഡിയാവില്ല, എൻ്റെ റെഡി ആയില്ല എന്ന് പറയേണ്ട ഒരു അവസാനം. അപ്പോൾ അതാണ് കാര്യം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കുറേ ഫണ്ണി ആയിട്ടുള്ള രസകരമായിട്ടുള്ള പല ലക്ഷണശാസ്ത്രങ്ങൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീനെ നോക്കിയിട്ട് പറയുന്ന പല കാര്യങ്ങൾ, അതെല്ലാം വെറുതെ പറയുന്നതാണ്, ഫേക്കാണ്. ഇനി ടെസ്റ്റുകളുണ്ട് കേട്ടോ. ചില ആളുകൾ പറയും മൂത്രത്തിൻ്റെ സാമ്പിൾ, പ്രഗ്നൻ്റ് ലേഡിയുടെ മൂത്രത്തിൻ്റെ സാമ്പിൾ എടുത്തിട്ട് അതിലേക്ക് സോഡാപ്പൊടി, അത് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് ബോയാണെന്നും പതച്ചിൽ വരുന്നില്ലെങ്കിൽ അത് ഗേളാണെന്നും പറയുന്നത് എനിക്കറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല കേട്ടോ. ബോയാണ് ഗേളെന്നെങ്കിലും അമ്മയുടെ യൂറിനിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പം ഇത്തരത്തിൽ ബേബിയുടെ ജെൻഡർ പ്രഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കാൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും കേട്ടോ ബേബി ബോയ് ആണോ ഗേൾ ആണോ. കാര്യം അവിടെയൊന്നും ഈ നിയമപ്രശ്നങ്ങളില്ല. അതായത് ജെൻഡർ പറഞ്ഞു കൊടുക്കുന്നത് നിയമാനുസൃതമല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഫീമെയിൽ ഫീറ്റിസൈഡ്സ് ഇപ്പോഴും നടക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെയുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ഇപ്പോഴും മാറി വരാത്തത്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ എപ്പോഴെങ്കിലുമൊക്കെ അത് മാറി നമുക്കും നേരത്തെ ബേബിയുടെ ജെൻഡർ അറിയാനുള്ള ഒരു സെറ്റപ്പൊക്കെ നമ്മുടെ നാട്ടിലും വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ പ്രഗ്നൻസിയെ കുറിച്ച് ഇനി എന്തെങ്കിലും പുതിയ വീഡിയോസ് വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.